ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്കരിക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഈ ഒരു വേനൽ ചൂടിന് നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള ഒരു കൂളറും കൂടെയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു കക്കരിക്ക മാത്രമാണ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് തൊലി കളയാതെ തന്നെ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊരു 4 പീസാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ ഏലക്കയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എത്ര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. ഇനി ഒരു 1/2 കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു മഞ്ഞ കളറുള്ള നാരങ്ങയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ആ പച്ചക്കളർ മാറിയിട്ട് ഈ തൊലി ഒരു മഞ്ഞ കളറാകുന്ന നാരങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ നീര് മുഴുവനും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീര് മൊത്തത്തിൽ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പ്രാവശ്യം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്നൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടെ വെള്ളം, നല്ല തണുത്തിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കുക. അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുക. ഈ സമയത്ത് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തണുപ്പിച്ചെടുത്തിട്ട് കുടിച്ചാലും മതി. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കക്കരിക്ക വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.